നമ്മുടെ നാട്ടിൽ നിന്നുള്ള മൈഗ്രേഷൻ സ്റ്റാറ്റിസ്റ്റിക്സ് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഡിമാൻഡുള്ള കൺട്രിയാണ് ഓസ്ട്രേലിയ. അവിടെയും പലർക്കും വരുന്ന ഒരു മേജർ കൺസേൺ ആണ് ജോബ് ഓഫർ ഇല്ലാതെ അല്ലെങ്കിൽ ഒരു സ്പോൺസർഷിപ്പ് ഇല്ലാതെ എങ്ങനെ ഓസ്ട്രേലിയയിൽ മൈഗ്രേറ്റ് ചെയ്യാൻ സാധിക്കും എന്നത്. ഇതൊന്നുമില്ലാതെ ഓസ്ട്രേലിയയിലേക്ക് ഇൻഡിപെൻഡൻ്റായി മൈഗ്രേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ഒരു ഓപ്ഷനുണ്ട്. സബ്ക്ലാസ് 189 സ്കിൽഡ് ഇൻഡിപെൻഡന്റ് വിസ. ഈ വിസയെക്കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇതിലെ പോയിന്റ് ബേസ്ഡ് അസസ്മെന്റ് വഴിയുള്ള സ്ട്രീമിലൂടെയാണ് നമ്മൾ പ്രധാനമായും ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുന്നത്. ന്യൂസിലൻഡ് സ്ട്രീമിലൂടെ നേരത്തെ ഓസ്ട്രേലിയയിലേക്കുള്ള മൈഗ്രേഷൻ പോസിബിൾ ആയിരുന്നു. എന്നാൽ 2023 ശേഷം ആ ഒരു പാത്വേ അവർ ക്ലോസ് ചെയ്തു. പിന്നെയുള്ളത് ഹോങ്കോങ് സ്ട്രീമാണ്. അത് അവിടുത്തെ സിറ്റിസൺസിന് വേണ്ടിയുള്ളതാണ്. ഈ ഒരു പാത്വേ ഉപയോഗിച്ച് ബ്രിട്ടീഷ് പാസ്പോർട്ട് ഹോൾഡേഴ്സിനും ഓസ്ട്രേലിയയിലേക്ക് മൈഗ്രേറ്റ് ചെയ്യാവുന്നതാണ്. ഈ പറഞ്ഞതിൽ നമുക്ക് നാട്ടിൽ നിന്ന് അപ്ലൈ ചെയ്യാൻ കഴിയുന്നത് പോയിന്റ് ബേസ്ഡ് സിസ്റ്റം വഴിയാണ്. ഇവിടെ 65 പോയിന്റ്സ് ആണ് നമുക്ക് മിനിമം സ്കോർ വേണ്ടത്. സ്കോർ കൂടുന്നതിനനുസരിച്ച് PR കിട്ടാനുള്ള ചാൻസും കൂടുതലാണ്. ഓസ്ട്രേലിയൻ പോയിന്റ് ബേസ്ഡ് സിസ്റ്റത്തെക്കുറിച്ചുള്ള ഡീറ്റെയിൽഡ് വീഡിയോ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അതിനെക്കുറിച്ച് കൂടുതൽ അറിയണമെന്നുള്ളവർ ആ വീഡിയോ കാണുക. സോ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് വിസ സബ്ക്ലാസ് 189 കുറിച്ചാണ്. ജോബ് ഓഫർ ഇല്ലെങ്കിലും നിങ്ങൾക്ക് ഈ വിസ ഉപയോഗിച്ച് PR എടുക്കാവുന്നതാണ്. ഓസ്ട്രേലിയയിൽ എത്തിയതിനു ശേഷം ഇന്റർവ്യൂ വഴി നിങ്ങൾക്ക് ഇഷ്ടമുള്ള ജോബ് ചൂസ് ചെയ്യാവുന്നതുമാണ്. എലിജിബിൾ ആണെങ്കിൽ ഗ്രാജുവലി നിങ്ങൾക്ക് സിറ്റിസൺഷിപ്പും ലഭിക്കും. ഈ ഒരു വിസ സബ്ക്ലാസ് നമുക്ക് ആപ്ലിക്കബിൾ ആയിട്ടുള്ളത് പോയിന്റ് ടെസ്റ്റഡ് സ്ട്രീം ആയിരിക്കും. ഈ വിസ ഉപയോഗിച്ച് ഓസ്ട്രേലിയയിൽ എവിടെ വേണമെങ്കിലും താമസിക്കാനും ജോലി ചെയ്യുവാനും നിങ്ങൾക്ക് കഴിയുന്നതാണ്. ഇനിയും ഇതിന് അപ്ലൈ ചെയ്യാൻ വേണ്ട മിനിമം റിക്വയർമെന്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. അതിനാദ്യം നിങ്ങൾ ചെയ്യേണ്ടത് ഓസ്ട്രേലിയൻ ഹോം അഫയേഴ്സ് സൈറ്റിൽ കയറി നിങ്ങളുടെ പ്രൊഫഷൻ സ്കിൽഡ് ഓക്യുപ്പേഷൻ ലിസ്റ്റിലുണ്ടോ എന്ന് നോക്കുക. നിങ്ങളുടെ പ്രൊഫഷൻ ലിസ്റ്റിലുണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും വെദർ യു ക്യാൻ അപ്ലൈ ഫോർ 189 വിസ എന്നുള്ളത്. ബിക്കോസ് നിങ്ങളുടെ ജോബ് കോഡിനൊപ്പം തന്നെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്ന വിസ ഏതാണെന്നും ഇതിലൂടെ അറിയാൻ കഴിയും. വൺസ് നിങ്ങളുടെ ഓക്യുപ്പേഷൻ ലിസ്റ്റിലുണ്ടെന്ന് മനസ്സിലായാൽ പിന്നെ ചെയ്യേണ്ട അടുത്ത സ്റ്റെപ്പ് സ്കിൽ അസസ്മെന്റ് ആണ്. സ്കിൽഡ് ആയിട്ടുള്ള വർക്കിംഗ് പ്രൊഫഷണൽസിന് വേണ്ടിയുള്ള വിസ ആയതുകൊണ്ട് തന്നെ നിങ്ങളുടെ സ്കിൽ അസസ് ചെയ്ത് ഓസ്ട്രേലിയയിൽ വർക്ക് ചെയ്യാനുള്ള കോമ്പിറ്റൻസി നിങ്ങൾക്കുണ്ടോ എന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷമേ ഇൻവിറ്റേഷൻ പോലും ലഭിക്കൂ. നിങ്ങളുടെ പ്രൊഫഷൻ അനുസരിച്ച് സ്കിൽ അസസ്മെന്റ് അതോറിറ്റിയും ഡിഫറൻ്റ് ആയിരിക്കും. അസസ്മെന്റ് ബോഡി അനുസരിച്ച് നിങ്ങൾ സബ്മിറ്റ് ചെയ്യേണ്ട ഡോക്യുമെന്റ്സിലും മാറ്റം വന്നേക്കാം. പിന്നെ മറ്റൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, സ്കിൽ അസസ്മെന്റ് വാലിഡിറ്റി 3 വർഷം മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂ. അതിനുള്ളിൽ തന്നെ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യേണ്ടതാണ്. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ക്രൈറ്റീരിയയാണ് ഏജ്. 45 വയസ്സിന് താഴെയുള്ളവരെയാണ് ഈ വിസയ്ക്ക് വേണ്ടി പ്രിഫർ ചെയ്യുന്നത്. അതായത് വിസയ്ക്കുള്ള ഇൻവിറ്റേഷൻ ലഭിച്ചതിന് ശേഷം നിങ്ങൾക്ക് 45 ഇയേഴ്സ് ആയാൽ കുഴപ്പമില്ല. ഇൻവിറ്റേഷൻ ലഭിക്കുന്നതുവരെ നിങ്ങളുടെ ഏജ് 44 അതിൽ താഴെയോ ആയിരിക്കും. മാത്രമല്ല ഇംഗ്ലീഷ് ലാംഗ്വേജ് ടെസ്റ്റ് ക്ലിയർ ചെയ്തിരിക്കണം. പിന്നെ നിങ്ങൾക്ക് 65 പോയിന്റ്സും ഉണ്ടായിരിക്കണം. ഒപ്പം ഹെൽത്ത് ആൻഡ് ക്യാരക്ടർ റിക്വയർമെന്റ്സും മീറ്റ് ചെയ്തിരിക്കണം. സ്കിൽ അസസ്മെന്റ് പോസിറ്റീവ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് EOA സബ്മിറ്റ് ചെയ്യാവുന്നതാണ്. 2 ഇയേഴ്സ് ആണ് ഇതിന്റെ വാലിഡിറ്റി. ശേഷം നിങ്ങളുടെ ഫയൽ ചെക്ക് ചെയ്യുന്നതായിരിക്കും. വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ആവുകയാണെങ്കിൽ യു വിൽ ഗെറ്റ് ദ ഇൻവിറ്റേഷൻ ഫോർ വിസ. ഈ ഒരു വിസയിലൂടെ നിങ്ങൾക്ക് Day 1 മുതൽ പെർമനന്റ് റെസിഡന്റ് സ്റ്റാറ്റസ് ലഭിക്കുന്നതായിരിക്കും. സ്പോൺസർഷിപ്പോ ജോബ് ഓഫറോ ആവശ്യമില്ല. ഓസ്ട്രേലിയയിൽ എവിടെ വേണമെങ്കിലും വർക്ക് ചെയ്യാം. നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിനെയും കൂടെ കൊണ്ടുപോകാൻ സാധിക്കും. പിന്നെ മറ്റ് സോഷ്യൽ ബെനിഫിറ്റ്സും ലഭിക്കുന്നതായിരിക്കും. So it's all about Subclass 189. Thank you. Justin from Gems Abroad.